ഹലോ ഗായ്സ്, ഇനി നമുക്കൊരു പൂവിൽ എങ്ങനെയാണ് കളർ അടിക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു പൂവിൻ്റെ പടം വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാൻ കളർ കൊടുക്കുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഫ്ലവറിലെല്ലാം ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. 5 പൂവാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ പൂവാണോ വരയ്ക്കാനുള്ളത് അതുപോലെ വരയ്ക്കാം. 5 പൂവിന് ഞാൻ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പൂവിനും ഓരോ കളർ വെച്ചും ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് പൂവിൽ വേണമെങ്കിലും ഇതേ രീതിക്ക് കളർ ചെയ്യാൻ പറ്റുന്നതാണ്. മിക്സ് ചെയ്തും ചെയ്യാം. പൂക്കൾക്കെല്ലാം കളർ കൊടുത്തതിന് ശേഷം ഞാൻ ബോയ്ക്കാണ് കളർ കൊടുക്കാൻ പോകുന്നത്. അതിനായി മജന്തയും വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബോയ്ക്ക് കളർ കൊടുത്തതിന് ശേഷം ഞാൻ പൂവിൻ്റെ സെൻറ്ററിൽ പൂമ്പൊടിക്കായിട്ട് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോയിയുടെ സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ലീഫിനാണ് കളർ കൊടുക്കുന്നത്. അത് ഡാർക്ക് ഗ്രീനുമല്ല ലൈറ്റ് ഗ്രീനുമല്ല സ്പാ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ലീഫുകൾക്കെല്ലാം ഒരേ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തത്. നിങ്ങൾക്കും ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ് ലീഫിന്. അതിനുശേഷം വൈറ്റ് കളർ എടുത്ത് പൂവിന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി പൂവിൻ്റെ തുമ്പിൽ നിന്നും മുകളിലേക്ക് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. വൈറ്റ് പെയിൻറ് വെച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഡാർക്ക് കളർ പൂവ് ലൈറ്റ് കളർ ഷെയ്ഡിങ് കൊടുത്താലായിരിക്കും കാണാൻ ഭംഗി ഉണ്ടാവുക. അതിനുശേഷം ലീഫിലും ഇതേപോലെ ലെമൺ യെല്ലോ വെച്ച് ഷെയ്ഡ് കൊടുക്കാൻ പോവുകയാണ്. താഴെ നിന്നും മുകളിലേക്കാണ് ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ലീഫിനും കൊടുത്തതിന് ശേഷം ഔട്ട്ലൈൻ വരയ്ക്കാൻ തുടങ്ങാം. പൂവിൽ നിന്നാണ് ആദ്യം ഔട്ട്ലൈൻ വരച്ച് തുടങ്ങുന്നത്. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെയാണ് പൂവിൻ്റെ ഇതളുകൾക്കും ഔട്ട്ലൈൻ വരയ്ക്കാൻ. ഔട്ട്ലൈൻ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ പടം ഫിനിഷ് ആവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇനിയും പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.